ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പൊ ഇന്ന് ഡേ 3 ആണ്, നമ്മൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് പറയുന്നത്. അപ്പം എല്ലാവരും നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അതായത് ഇന്നത്തെ ദിവസം മെയിൻ ആയിട്ട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല്, ഇന്ന് ഒരാള് ഡയറക്റ്റ് ആയിട്ട് അടുത്ത വീക്കിലേക്കുള്ള എവിക്ഷനിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഒരു ഭയങ്കര ഇന്ന് 7ന്റെ പണിയായിരുന്നു അവർക്ക് കിട്ടിയത്. അതെന്താന്നുള്ളതൊക്കെ നമുക്ക് റിവ്യൂ കേൾക്കുമ്പോൾ കാണാം കേട്ടോ. മാത്രമല്ല ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ബോയ്സിനുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഒരു അടി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ വീക്ക് വരെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ സീസൺ വരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ബോയ്സുകൾ തമ്മിൽ ഭയങ്കര കൂട്ടും, ഗേൾസിനിടയിലാണ് ഫസ്റ്റ് ടൈം അത് അടി ഉണ്ടാവുന്നത്. അതെ, കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗേൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ബോയ്സ് ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് അവർ ഗെയിമിലേക്ക് ഒരു 50 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഗെയിമിലേക്ക് പോകും. അവര് തമ്മിൽ അടി ഉണ്ടാവുകയും ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് ആദ്യമേ ഗെയിമിൽ അങ്ങ് കയറിയേക്കുക. ഫുള്ള് ഗെയിമാണ് അവർക്ക്, അവരുടെ മൈൻഡിലെ ഗെയിമാണ്. എങ്ങനെ ടാസ്ക് കളിക്കണം, എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ ഗേൾസ് ആണ് ഇപ്പൊ ഒരു മിണ്ടി അങ്ങനെയൊക്കെ നിൽക്കുന്നത്. അവര് ടാസ്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ ഗെയിമിലോട്ട് എത്തുമ്പോഴാണ് മാത്രമാണ് അവർ ഇറങ്ങി കളിക്കുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല, ഫുൾ ആക്റ്റീവാ. 24 ഹവറും അവർ ഗെയിം എന്നുള്ള മൈൻഡിൽ തന്നെയാണ്. അതെ, അവര് ചർച്ച ചെയ്യുന്നത് പോലും ഗെയിംസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ഇവിടെ എന്ത് ചെയ്യാം, എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിന്റെ ചൊറിച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ കുറവുണ്ട്, ബാക്കിയുള്ളവര് ഒതുക്കിയും തോന്നും. അതാണല്ലോ, ചുമ്മാ മിണ്ടായിരിക്കുന്നതല്ലോ ഗെയിം. അപ്പൊ അതിനനുസരിച്ച് ഇവരും തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അതപ്പോ അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കിട്ടി കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു ബിഗ് ബോസിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ 3 റിവ്യൂ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇന്ന് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിലെ വേടന്റെ സോങ് ഇട്ടുകൊണ്ടായിരുന്നു. എന്റെ ഫേവറേറ്റ് സോങ് ആണ്. എല്ലാവരും നല്ല രീതിക്ക് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നവീൻ ഉണ്ടല്ലോ, നമ്മുടെ ആര്യന്റെ മറ്റേ ബാൻഡ് ഉണ്ടല്ലോ, ഒരു സ്റ്റാർ ബാൻഡ് ഉണ്ടല്ലോ, അത് അടിച്ചു മാറ്റിയേക്കാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടൂല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ആര്യന്റെ ബാഗിൽ നിന്നാണ് അത് അടിച്ചു മാറ്റിയത്. അറിഞ്ഞിട്ടില്ല. ഇത് ആള് വന്നിട്ട്, അതായത് നവീൻ വന്നിട്ട് ബാത്റൂം ഏരിയയിലെ മിററിൽ നോക്കിയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഈ സംഭവം ഉണ്ടോ, ഞാൻ മടുത്തു, എനിക്ക് ഈ ജീവിതം, എനിക്ക് ഇനി ഈ ഡ്രസ്സ് ഇടാൻ, ഈ ഡ്രസ്സ് വയ്യ, വെറുത്തു എന്ന് പറയുന്നത്. ജീവിതം തന്നെ വെറുത്തു എന്ന രീതിയിലാണ് നവീൻ സംസാരിക്കുന്നത്. നവീന്റെ സംസാരമൊക്കെ രസമൊക്കെ. അതെ, നല്ല രസമാണ്. പക്ഷെ ആൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് കേട്ടോ ഈ ഡ്രസ്സ്. അതായത് ഇന്നലെ യൂണിഫോം പോലത്തെ ഒരു ട്രൗസറും ഒരു ഷർട്ടും ആണല്ലോ കൊടുത്തത്. അപ്പൊ ആൾക്ക് അത് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇത് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളാം, ബിഗ് ബോസ് അതനുസരിച്ച് കൊണ്ടായിരിക്കും ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഡ്രസ്സ് തന്നെ കൊടുത്തതും. അതെന്തായാലും വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു ആ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പാനിയുമായിട്ടൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു ഗെയിമിനെ പറ്റിയാണ്, നല്ല ഒരു കണ്ടന്റ് കൊടുക്കണം, ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ്. ഗെയിമിനെ പറ്റി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അതെ, അപ്പാനിക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡേ 3 ആയതേ ഉള്ളൂ. ഇപ്പൊ ഇതിനിടയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആളൊരു ഗ്യാങ് ഫോം ചെയ്തിട്ടാണ് നിൽക്കുന്ന പോലെ ഉണ്ട്. അതായത് ഇന്ന ആളെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില നേരത്ത് അഭിലാഷിന്റെ കൂടെ ചേർന്നിട്ട്, ചില നേരത്ത് അക്ബറിന്റെ കൂടെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ടാർഗറ്റ് ചെയ്യുന്ന അനീഷിനെയും ഷാനവാസിനെ ആയിട്ടാണ്. അതെ, ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യണം. പക്ഷെ ആള് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നില്ല. ഒറ്റയ്ക്കായിട്ട് നമ്മൾ എവിടെയും അധികം കാണുന്നില്ല. ഈ അനീഷിനോട് വഴക്കിടാൻ മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് കാണുന്നത്. അല്ലാതെ എല്ലാം ആള് ജെന്യൂൻ ആയിട്ടോ. അതെ, ആള് ജെന്യൂൻ ആണ്. പക്ഷെ എല്ലാം ജെന്യൂൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇച്ചിരി ഓവർ ആവുന്നുണ്ട് എന്നൊരു തോന്നല്. അതെ, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ ഇല്ല, പറയാൻ പറ്റൂല, ചിലപ്പം മാസാക്കി എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഏത് രീതിയാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല രീതിയിലാണ് അനു പറയുന്നത്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കാര്യമില്ല, ഇവിടെ ഉള്ള ഒരാളെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ആരെയും വിശ്വസിക്കരുത്. ഇതിന്റെ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് വൈകിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോ ചെറിയ രീതിയിലൊരു കോൺവെർസേഷൻ ചെയ്തു. പക്ഷെ അപ്പാനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അനുവും അധികം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനോട് രണ്ടുപേർക്കും വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിൽ സംസാരിച്ച് അങ്ങ് പോവുകയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മോർണിംഗ് ടാസ്ക് തുടങ്ങിയാണ്. മോർണിംഗ് ടാസ്കിന്റെ പേര് എന്ന് പറയുന്നത് ഓമനപ്പേര് എന്നാണ്. അതായത് ഓരോരുത്തരും വന്നിട്ട് 2 പേരെ സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ആളെയും സെലക്ട് ചെയ്യാം, ഇഷ്ടമില്ലാത്ത ആളെയും സെലക്ട് ചെയ്യാം. അത് ഓരോരുത്തർക്കും ഓരോരോ ഓമനപ്പേര് കൊടുക്കണം. ഇതാണ് ടാസ്ക്. ഇതിൽ പിന്നെ അവസാനം ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തവർ വന്നവരും ഇഷ്ടമുള്ളവർ വന്നവരും ക്യാപ്റ്റൻ സെലക്ട് ചെയ്തതിനു ശേഷം അവർക്ക് വന്ന പേരുകൾ അവർക്ക് തന്നെ ചൂസ് ചെയ്യാം, എങ്ങനെ ഏത് പേരാണ് എടുക്കേണ്ടതെന്നാണ്. ഇത്രയും പേര് കൊടുത്തിരിക്കുമല്ലോ ഏതൊക്കെ പേരാന്നുള്ളത്, അത് തന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതാണ് ടാസ്ക് വന്നേക്കുന്നത്.
ഇതില് എല്ലാരും വന്ന് പറഞ്ഞിട്ടുണ്ട്, പല പേരുകളും കാര്യങ്ങളൊക്കെ ഓമനപ്പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാവക്കുട്ടിയെന്നും പൂമ്പാറ്റയെന്നും മുള്ളംപന്നിയെന്നും. ഇതിൽ പക്ഷെ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മെയിൻ ആയിട്ടുള്ളൊരു ഇത് വന്നത് പറഞ്ഞാൽ ബാക്കി എല്ലാവരും സെയിം റീസൺ ഒക്കെയാണ് പറഞ്ഞത്. ഇതിൽ കുറച്ചൊരു പ്രശ്നമായിട്ട് വന്നത് നമ്മുടെ അപ്പാനി നമ്മുടെ അനീഷിന് ഇട്ട പേര് മുള്ളംപന്നി എന്നായിരുന്നു കേട്ടോ. അപ്പോ അതേപോലെ തന്നെ ഈ അക്ബർ വന്നിട്ട് രേണുസുധീനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് സെലക്ട് ചെയ്തത്. അപ്പൊ എല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ട് 1-2 പേരെ, അത് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത ആളെ. അപ്പൊ അക്ബർ സെലക്ട് ചെയ്തത് നമ്മുടെ രേണുസുധീനെയാണ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് രേണുസുധീന് കൊടുത്ത പേര് സെപ്റ്റി ടാങ്ക് എന്നായിരുന്നു കേട്ടോ. അത് ഇച്ചിരി കേട്ടപ്പോ ഒരു ഇത് തോന്നി. കാര്യം ഇത് അതുവരെ വന്ന പേരുകളെല്ലാം പൂമ്പാറ്റ, പാവ, മുള്ളംപന്നി അങ്ങനെയൊക്കെയുള്ള ഓരോരോ പാഷാണത്തി കൃമി, കീടൻ, ചൊറിയൻ പുഴു അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അക്ബർ രേണുസുധി ഇട്ട പേര് എന്ന് പറയുന്നത് സെപ്റ്റി ടാങ്ക് എന്നാണ്. അത് രേണുസുധി തന്നെ കേട്ട് ഒന്ന് ഞെട്ടി, ഒരുമാതിരിയായി. മുഖം കണ്ടാലേ അറിയാം. അത് പിന്നീട് പറയുന്നുണ്ടാവും. അപ്പം അത് നമുക്കും കേട്ടപ്പോ ഒരു ഇച്ചിരി കൂടിപ്പോയി. അത് അത്രയും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തോന്നിയായിരുന്നു. അല്ല, അതിന് രേണുസുധി തിരിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. രേണുസുധി ഇഷ്ടമില്ലാത്ത ആളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മുടെ അക്ബറിനെയാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് പറഞ്ഞത് വേട്ടപ്പട്ടി എന്നാണ് കേട്ടോ ആളും പറഞ്ഞത്. അപ്പോ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ആദിൽ നൂറ, അവര് ഇഷ്ടമില്ലാത്തതായി സെലക്ട് ചെയ്തത് നമ്മുടെ അനീഷിനെയാണ്. അനീഷിന് ഇട്ടുകൊടുത്ത പേര് എന്താന്ന് വെച്ചാല് മിസ്റ്റർ അപ്പി എന്നാണ്. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഇപ്പൊ ഈ രേണുസുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ തന്നെ ഇത്തിരി മോശമായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം, ഇത് ഒരാഴ്ച ആണോ ഫുള്ളാണോന്ന് അറിയത്തില്ല, ഈ പേരിൽ അറിയപ്പെടുമെന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂളില്. അപ്പൊ പിന്നെ അത് അങ്ങനെ ഒരു പേരിട്ട് കൊടുക്കണ്ടായിരുന്നു, അല്ലാതെ തന്നെ എന്തോരം പേരുകൾ ഇടാം. അപ്പം അത് വേണ്ടായിരുന്നു, അത് ആലോചിച്ചുകൊണ്ടൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അതെ, അപ്പൊ 3 വോട്ടോടെ നമ്മുടെ അനുവും 3 വോട്ട് ആദിൽ നൂറയ്ക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞത് ആദിൽ നൂറയാണ്, പിന്നെ ഒന്ന് അനൂനെയാണ്, പിന്നെ കൂടുതൽ വോട്ട് വന്നത് നമ്മുടെ അനീഷായിരുന്നു കേട്ടോ. അപ്പൊ അനീഷ് സെലക്ട് ചെയ്ത പേര് നമ്മുടെ അപ്പാനി ഇട്ട് കൊടുത്ത മുള്ളംപന്നി എന്നുള്ള പേര്. ആദിൽ നൂറ സെലക്ട് ചെയ്ത പേര് രഞ്ജിത്ത് ഇട്ട് കൊടുത്ത പൂമ്പാറ്റ എന്നുള്ള പേര്. അതെ, പിന്നെ നമ്മുടെ അനു സെലക്ട് ചെയ്തത് പാവക്കുട്ടി എന്നുള്ള പേര്. അത് നമ്മുടെ ആർജെ ബിൻസി ഇട്ട് കൊടുത്ത പേരാട്ടോ. അപ്പൊ ഇവർക്കാണ് ഈ ഒരു പേര് കിട്ടിയിരിക്കുന്നത്. ഇതില് അനീഷിന് പിന്നെ ഇങ്ങനെ ആണെങ്കിലും വലിയ വിഷമമൊന്നുമില്ല കേട്ടാ. അല്ലെ, മിസ്റ്റർ അപ്പി എന്ന് പറഞ്ഞപ്പോൾ എല്ലാരും ചൊറിഞ്ഞോണ്ടിരിക്കും, എന്തായാലും കിട്ടും പേര് കൊടുക്കുക മാത്രല്ല ആള് തിരിച്ചു വരുന്നതും കുഴപ്പമില്ലാതെ ഏറ്റു വാങ്ങുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ പറയാനോ എതിർക്കാനോ അതൊന്നും സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ. പറഞ്ഞ കാര്യം തന്നെ 100 വട്ടം, ഇന്നത്തെ ആ പാട്ട് തന്നെ 100 വട്ടം അവിടെ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ അധികം കാണിച്ചില്ലെങ്കിൽ ലൈവില് ഫുള്ള് വെറുപ്പിക്കലായിരുന്നു, പാട്ടുപാടി വെറുപ്പിക്കലായിരുന്നു. അതിനൊക്കെ ശേഷം രേണുസുധി ബിഗ് ബോസിനോട് ഒരു കംപ്ലൈന്റ് പോലെ പറയുന്നുണ്ട്, ഇത് സെപ്റ്റി ടാങ്ക് എന്നുള്ള പേര് എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല, ആരും അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല ഇങ്ങനെ ഒരു പേര്. അപ്പം അത് വളരെ മോശമായി പോയി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇത് കേട്ടേണ്ടി വന്നിട്ടില്ല, ഇങ്ങനെയുള്ള ഒരു പേരുകളൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ വിഷമത്തിലൊക്കെ ആള് സംസാരിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം ഇതേ പരാതി നമ്മൾ ആദിൽ നോറയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നോറയോട് മാത്രം നോറയോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിയോട് പറയുന്നുണ്ടായിരുന്നു, ഇതണക്ക് ഞാനൊരു അമ്മയാണ്, അതേപോലെ ഒരു വിധവയാണ്, സ്ത്രീയാണ്, എന്നെ ഇങ്ങനെയൊക്കെ ഈ ഒരു പേരൊക്കെ ഇട്ട് വിളിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, ഇതേപോലുള്ള പല പ്രശ്നങ്ങളും വെളിയിൽ ഉണ്ടായിട്ടുണ്ട്, അത് പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്, അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. മാക്സിമം കരയാതിരിക്കാനും വിഷമിക്കാനും ശ്രമിക്കും, പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസിൽ പിന്നെ ജെൻഡർ കാർഡ് അങ്ങനെയുള്ള അമ്മ, വിധവ, സ്ത്രീ അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നല്ല ബിഗ് ബോസ് ആരും ഗെയിം കളിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഈ സെപ്റ്റി ടാങ്ക് എന്ന പേര് നമുക്ക് ആർക്കായാലും കേൾക്കാൻ ഒരു ടൈപ്പ് അല്ല, അത് വിഷമം വരും. പക്ഷെ ഈ ഒരു അമ്മ അതൊന്നും പറയേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലോ സോഫയിൽ ഇരുന്ന നമ്മുടെ അപ്പാനിയും അതേപോലെ തന്നെ അക്ബറും കൂടെ ഈ ശൈത്യനെയും അനുവിനെയും പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഗെയിം പ്ലാൻ തന്നെ, വേറെ ഒന്നുമല്ല, ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് അതുവരെ പോയപ്പോ ചുമ്മാ ഇങ്ങനെ പല്ലി ചായ്ക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചലച്ചുകൊണ്ട് ഒന്ന് സൗണ്ട് ഉണ്ടാക്കി കൊണ്ടുപോയതാ. ഇത് അക്ബറിന് പിടിച്ചില്ല കേട്ടോ. അക്ബർ അങ്ങനെ തിരിച്ചങ്ങോട്ട് ഓരോന്ന് പറഞ്ഞ് ചൊറിയാൻ തുടങ്ങി. പിന്നെ ഇന്ദ്രൻ, അതായത് നമ്മുടെ ഷാനവാസ് മുന്നേ അഭിനയിച്ച് ഏഷ്യാനെറ്റിലുള്ള സീരിയലിന്റെ റോളാണ് കേട്ടോ ഈ ഇന്ദ്രൻ എന്ന് പറയണേ. ഈ ഇന്ദ്രനെ കാണിച്ചത് കൊള്ളത്തില്ലായിരുന്നെന്നും, പിന്നെ അതേപോലെ തന്നെ സീരിയലിൽ അഭിനയിക്കുന്നത് പോലെ അല്ല ഇവിടെ എന്നും പറഞ്ഞിട്ടൊക്കെ കുറച്ചൊന്ന് നല്ല രീതിയിൽ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ട്രിഗർ ആയിട്ടില്ലല്ലോ ഷാനവാസ്, നല്ല രീതിയിൽ പറയുന്നതിന്
പറയുന്നുണ്ട്. നല്ല രീതിയിൽ തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിൽ ഒരു ക്ലാഷ്. അപ്പൊ തന്നെ ഈ അക്ബറിന് ഷാനവാസിനോട് ഒരു താല്പര്യം ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അത്. നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങൾ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയായപ്പോഴാണ് നമ്മുടെ ഈ ആഴ്ചത്തെ, അത് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിന്റെ ആദ്യത്തെ വീക്ക്ലി ടാസ്ക് ആണ് കേട്ടോ നടന്നത്. അതിന്റെ പേര് ഭാഗ്യത്തിന്റെ പണപ്പെട്ടി എന്നായിരുന്നു കേട്ടോ. പണപ്പെട്ടി അല്ല, പണിപ്പെട്ടി. പണിപ്പെട്ടി എന്നായിരുന്നു അതിന്റെ ടാസ്കിന്റെ പേര്. ഇത് ഗാർഡനിൽ പല നിറത്തിലുള്ള കോയിനുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതില് ഗോൾഡ് എന്ന് പറയുന്നത് സൂപ്പർ പവർ ആണ്, ബ്ലാക്ക് എന്ന് പറയുന്നത് പണിയാണ് കേട്ടോ. അതെന്താന്നൊക്കെ പിന്നെ പറയും എന്നാണ് പറഞ്ഞത് ബിഗ് ബോസ്. റെഡില് നമുക്ക് പോയിന്റ്സിന്റെ എണ്ണം കൂട്ടാൻ പറ്റും കേട്ടോ, അത് പിന്നീട് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഗാർഡനിൽ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ടാവും. ബസർ കേൾക്കുന്ന ടൈമിൽ അവിടെ പോയി നിൽക്കണം. ബസർ നിന്നിട്ട് നമുക്ക് പെട്ടിക്കകത്തുള്ള കോയിൻസ് എടുക്കാം. ബസർ നിൽക്കുന്ന ടൈമിൽ നമ്മൾ അത് നിർത്തണം, തിരിച്ചു വരണം. അതൊരു 3:20 ആയപ്പോഴത്തേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു ഗാർഡനിലെ ഒരു സർക്കിളിന് വെളിയിലായിട്ട് ഇവരെല്ലാരും ചുറ്റും വന്ന് നിപ്പുണ്ട്. അപ്പൊ നടുക്കാണ് ഈ പോടി ഇരിക്കുന്നത്, ഒരു മഞ്ഞ കളർ ബോക്സിനകത്താണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ത് കോയിനാന്ന് നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ബസർ അടിച്ച ഉടനെ ഇവര് ഓടി, നമ്മളെല്ലാരും ഓടി. ആദ്യം നല്ല സ്പീഡിൽ ഓടിയിട്ട് പെട്ടെന്ന് കൈയൊക്കെ ഇട്ട് എടുത്ത് കുറെ പേരുടെ കൈയൊക്കെ അങ്ങ് നല്ല വേദനിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പെട്ടെന്ന് കൈ കോയിൻ കിട്ടിയ ഉടനെ തന്നെ ആര്യം പെട്ടെന്ന് ബസർ അടിച്ച ഉടനെ അങ്ങ് ഇറങ്ങി. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ബസർ രണ്ടാമത് അടിച്ചിട്ടും വലിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കളി കഴിഞ്ഞെന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവരും വന്നിട്ട് ഇത് ലിവിങ് ഏരിയയിൽ വന്നിട്ട് എന്തൊക്കെ കോയിൻ കിട്ടി എന്നുള്ളത് പറയുമായിരുന്നു. അപ്പൊ ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും ഏതൊക്കെ കോയിൻ കിട്ടി, എത്ര എണ്ണം വെച്ച് കിട്ടിയെന്ന് പറയാൻ പറഞ്ഞു. മിക്കവർക്കും കിട്ടിയിട്ടില്ലായിരുന്നു. അതിൽ കിട്ടിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിക്ക് 5 റെഡ് കിട്ടി, അതേപോലെ അഭിലാഷിന് ഒരു ബ്ലാക്ക് കിട്ടി, അതേപോലെ ആര്യന് 3 റെഡ് കിട്ടി, ഗിസൈലിന് 2 റെഡ് കിട്ടി, അക്ബറിന് 4 റെഡും 1 ഗോൾഡും കിട്ടി. ഗോൾഡിന് സൂപ്പർ പവർ ആണുള്ളത്. അങ്ങനെ കോയിൻ കിട്ടാത്ത ഒന്നും കൂടി അവസരം കിട്ടിയപ്പോഴത്തേക്ക് അതിൽ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണയ്ക്ക് ഒരു ബ്ലാക്ക് കിട്ടി, ഷാനവാസിന് 1 റെഡ് കിട്ടി, അനീഷിനും വീണ്ടും 1 ബ്ലാക്ക് കിട്ടി. പിന്നെ അതിൽ കിട്ടാത്തവരാണ് ഒനിയലിന് കിട്ടിയില്ല, ആദിൽ നോറയ്ക്ക് കിട്ടിയില്ല, സരികയ്ക്ക് കിട്ടിയില്ല, അതേപോലെ തന്നെ ശൈത്യക്ക് കിട്ടിയില്ല. ഇവർക്കാർക്കും അപ്പാനി രവിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇവർക്ക് ആർക്കും കിട്ടിയില്ല. അങ്ങനെ അവര് ജയിൽ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് പോവുകയായിരുന്നു ചെയ്തത്. പിന്നെ ഇതില് ഗോൾഡ് കിട്ടിയ അക്ബറിന് ഒരു സൂപ്പർ പവർ കൊടുക്കുക. അതെന്തുവെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഒരു ടാസ്കും കൂടി നടത്തും. ആ ടാസ്കില് ഒരാളെ ഈ കോയിൻ കിട്ടിയവരെ വെച്ച് നടത്തുന്ന ടാസ്കാ. അപ്പൊ അതില് അക്ബറിന് ഒരാളെ സെലക്ട് ചെയ്യാം, ആളെ വെച്ചിട്ട് കോയിൻ ഇടിയിപ്പിക്കണം. അതിൽ ഗോൾഡ് കിട്ടുവാണെങ്കിൽ മാത്രമേ ഈ സൂപ്പർ പവർ കിട്ടത്തുള്ളൂ, ഈ ഗോൾഡ് കൊണ്ടുള്ള സൂപ്പർ പവർ. അതായത് സൂപ്പർ പവർ എന്താന്ന് വെച്ചാൽ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ഒരാളെ സെലക്ട് ചെയ്യാം. അതായത് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ഒരാളെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോ നമ്മുടെ അക്ബർ സെലക്ട് ചെയ്തത് ആര്യനെയാണ്. അതായത് ഇനിയിപ്പോ അടുത്തതില് ആര്യൻ ഫുൾ ഗോൾഡ് കളക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു സൂപ്പർ പവർ കിട്ടത്തുള്ളൂ കേട്ടോ, ഈ അക്ബറിന് കിട്ടത്തുള്ളൂ. അതെ, ആ റൗണ്ടില് കോയിൻസ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗിസൈലിന് 2 റെഡ് കിട്ടി, അതേപോലെ രണയ്ക്ക് 1 റെഡ് കിട്ടി, അതേപോലെ ആര്യന് 3 റെഡും 1 ഗോൾഡ് കോയിനും കിട്ടിയതാണ്. പക്ഷെ ആള് ഗോൾഡ് കോയിൻ അങ്ങോട്ട് കയ്യിൽ നിന്ന് താഴെ വീണ്, അത് ഷാനവാസാണ് എടുത്തത്. പക്ഷെ ഷാനവാസിന് അല്ലാതെ 1 ബ്ലാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്ബറിന് 3 റെഡും 1 ബ്ലാക്കും കിട്ടി. പിന്നെ അഭിലാഷിന് 2 റെഡ് കിട്ടി, അതേപോലെ അനീഷിന് 2 റെഡും 2 ബ്ലാക്കും ആയി. മൊത്തം ഇപ്പം കോയിൻസ് ഇങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഇരിക്കുന്നത്. ബ്ലാക്ക് പണി കോയിൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിലാഷിനും അനീഷിനും രണയ്ക്കും ആണ് കിട്ടിയത്. അപ്പൊ ഇതില് ആദ്യത്തെ ഒരു ടാസ്കിലാണ് കേട്ടോ ഇത് നടന്നത്. അപ്പൊ ഇതില് ബിഗ് ബോസ് റൂൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് ഈ പണി കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ റൂൾസ് എന്ന് വെച്ചാല് കണ്ണ് കെട്ടണം, പിന്നെ വായു മൂടണം, നടക്കാൻ പാടില്ല, പിന്നെ എന്ത് പ്രോപ്പർട്ടി ആണോ കൊടുക്കുന്നത് അതിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണ് കെട്ടണം എടുത്തത് അനീഷാണ്, അത് വായ മൂടണം ധന എടുത്തു, പിന്നെ ഈ ഒരു നടക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ അഭിലാഷാണ് കേട്ടോ എടുത്തത്. അപ്പൊ ഇവരിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്ന മറ്റേ ഉന്തുവണ്ടി ഉണ്ടല്ലോ, ഉന്തുവണ്ടിയുടെ ചെറിയ ടൈപ്പ് അല്ലേ, അതാണ് വരുന്നത്. അപ്പം ഇവർക്ക് എല്ലാവർക്കും പണിയായി പോയി. കാരണം അതിൽ ഇരിക്കാൻ പോകുന്നത് ഇരിക്കുന്നവർക്ക് നല്ലതാണ്, ഇരുന്ന് കൊടുത്താൽ മതി. മറ്റേ ബാക്കി അതെ, അഭിലാഷാണ് ഇരുന്നത്. അപ്പൊ നമ്മുടെ റെനയാണെങ്കിൽ വായ മൂടിയിട്ടുണ്ട്, അതേപോലെ നമ്മുടെ അനീഷ് കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. 3 മണിക്കൂർ കണ്ട് ഇവര് കൊണ്ടുപോയി ചെയ്തു കേട്ടോ, നല്ല വൃത്തിക്ക് ചെയ്ത്. ലാസ്റ്റ് അവർ കുറെ ഉന്തിയൊക്കെ ഇരുന്ന് പിന്നെ മടുത്തിട്ട് ഈ ഒരിടത്ത് ഇരുന്നിട്ട് ചുമ്മാ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും തള്ളി കുറെ നേരം ഇരുന്ന്. അങ്ങനെ 3 മണിക്ക് കഴിഞ്ഞപ്പോ ടാസ്ക് കഴിഞ്ഞ്.
ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പാനിയും അതേപോലെ അക്ബറും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ അപ്പാനി ഇവരോട് പറയാണ്, അക്ബറിനോട് പറയാണ്, സൂപ്പർ കോയിൻ കിട്ടിയപ്പോൾ നമുക്ക് ഒരാളെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാനുള്ള സൂപ്പർ പവറെ ഡയറക്റ്റ് ചെയ്യാനാവോ, അത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇരുന്ന് സംസാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നെവിൻ വന്നിട്ട് വീണ്ടും ബിഗ് ബോസിനോട്, കാരണം രാവിലെ അനൗൺസ് ചെയ്തിട്ട് ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ലല്ലോ, ആൾക്ക് ഡ്രസ്സ് ഇട്ടോളാൻ വയ്യ, അങ്ങനെ ഡ്രസ്സ് എനിക്ക് ഇനി കൂടുതൽ സഹിക്കാൻ വയ്യ, എനിക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നെവിന് കൂടുതലും ഫാൻസ് വരുന്നത് അവന്റെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ്, അവന്റെ ഒരു രീതിക്ക് അറിയാൻ കൂടുതൽ ഫാൻസ് വരുന്നത്. പക്ഷെ രസമുണ്ട്, ഒരു കോമഡി കണ്ടന്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിൽ നിന്നാണ് ഇപ്പൊ കൂടുതലും വരുന്നത്. ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ആര്യനും ജിസയിലും കൂടെ ആര്യന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തപ്പിയിട്ട് എല്ലാം കൂടെ മടക്കി അടക്കി വെക്കുകയാണ്. കാരണം ബാഡ്ജ് അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്, ബാഡ്ജ് കാണുന്നല്ലോ. അപ്പൊ നമ്മുടെ നെവിൻ വന്നിട്ട് ചോദിക്കുന്നത്, എന്ത് പറ്റി, ബാഡ്ജ് കാണുന്നില്ലേ, നിന്റെ ബാഗിനകത്ത് ഒന്നും അറിയാത്ത പോലെ കേട്ടോ, നിനക്ക് എന്നെ ഡൗട്ട് ഉണ്ടോ പറയണോ, ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തെന്ന് പറയും. അതെ, ഡൗട്ട് ഉണ്ട്, എടുത്തിട്ട് ഞാൻ എടുത്തു, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ ഇരുന്നൊരു സംസാരം ഉണ്ടായിരുന്നു. അതിനുശേഷം അക്ബർ ക്യാമറ നോക്കിയിട്ട് രേണുവിനെ ഇത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചില്ലേ, അതിപ്പോ അതിനൊരു വിഷമമുണ്ട്, ഞാനൊരു റെലവന്റ് കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല രേണു സുധി, ടാസ്ക് വരുമ്പോൾ ജസ്റ്റ് വന്നു പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത് എന്നാണ് അക്ബറിന്റെ വാദം. പക്ഷെ അത് നമ്മൾ ക്യാമറ നോക്കി ബിഗ് ബോസിനെ വ്യൂവേഴ്സിനെ നോക്കിയിട്ടല്ല പറയേണ്ടത്, വിളിച്ചേക്കുന്ന ആളെ എടുത്തു പോയിട്ടായിരുന്നു പറയേണ്ടതെന്നായിരുന്നു ഞങ്ങളുടെ പക്ഷം. അതാകുമ്പോഴത്തെ ആ ഒരു പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു വിഷമവും മാറിയെങ്കിലും കിട്ടിയാനെ. ഇതിപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന പോലെയായിട്ടാ ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ അതിനുശേഷമാണ് മറ്റേ ബ്ലാക്ക് കോയിന്റെ രണ്ടാമത്തെ ടാസ്ക് നടന്നത്. അതും അനീഷും അതേപോലെ തന്നെ ആരൊക്കെ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാ. ഇതിൽ നമ്മുടെ അക്ബറിന് വേണ്ടി പോയത് ആര്യനാണ് കേട്ടോ, കാരണം ആ ഒരു ഗോൾഡ് കോയിൻ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ടാസ്കിലും ഇവർക്ക് പണി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഈ എന്തായിരുന്നു, ആര്യന്റെ കയ്യിൽ നിന്ന് കോയിൻ എടുത്തു, ഗോൾഡ് കോയിൻ എടുത്തിട്ട് തറയിൽ വീണതാണ് അക്ബർ എടുത്തത്. പക്ഷെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇത് ഷാനവാസിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്, ഷാനവാസ് ആണ് ലാസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അല്ല, അനീഷിന്റെ 2 ബ്ലാക്ക് കോയിൻ ഉണ്ട്, അപ്പൊ 2 പണി വരും. അപ്പൊ ആ 2 പണിയിൽ ആർക്ക് കൊടുക്കണം എന്ന് അനീഷിന് സെലക്ട് ചെയ്യാം. അത് അനീഷ് സെലക്ട് ചെയ്തതാണ് ആര്യനെ പണി കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് ആര്യൻ ആനയായിട്ട് വരുന്നത്. ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഉന്തുവണ്ടിയൊക്കെ തന്നെയാണ്, പക്ഷെ എക്സ്ട്രാ ഒരു ആനയും കൂടി വരുന്നു എന്നുള്ളത്, അത് ആര്യനെ സെലക്ട് ചെയ്ത്. അതിൽ അനീഷ് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഞാൻ ഇരുന്നോളാം, എനിക്ക് വെയിറ്റ് കുറവാണെന്ന് തള്ളിക്കോളൂല്ലോ. അക്ബർ കണ്ണടച്ച് ഇരുന്ന്, ഷാനവാസ് വാമൂടിയിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ കുറെ പണി കൊടുത്ത് അനീഷ്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം. ഇവിടെയാണ് കേട്ടോ പണി വരുന്നത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, കാരണം അക്ബർ ഗോൾഡ് എടുക്കാൻ ഏൽപ്പിച്ച ആര്യൻ ഗോൾഡ് എടുക്കാത്തത് കൊണ്ട് രണ്ടുപേരെയും നമ്മുടെ കൺഫെക്ഷൻ റൂമിൽ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഒരാളെ അടുത്ത നോമിനേഷൻ അതായത് ആര്യനും അക്ബറിലും ഇവരിൽ ഒരാളെ അടുത്ത നോമിനേഷനിൽ ഡയറക്റ്റ്ലി ഇവർ തന്നെ സെലക്ട് ചെയ്യണം. ഇത് പുറത്തെല്ലാവരും സോഫയിൽ ഇരുന്ന് അവിടുത്തെ മെയിൻ സ്ക്രീനിൽ കാണുന്നുണ്ട് കേട്ടോ, ഉള്ളിൽ അതായത് നോമിനേഷൻ റൂമിൽ നടക്കുന്നതല്ല. അതെ, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ആരും വിട്ടുവീഴ്ച ചെയ്തൊന്നുമില്ല. അക്ബർ പറയുന്നത്, ഞാനാണ് നിന്നെ ഏൽപ്പിച്ചത്, നിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഗോൾഡ് കോയിൻ നിലത്ത് വീണത്, ഞാൻ ഇത്ര 20 പേര് ഉള്ളപ്പോൾ ഞാനൊരു ഗോൾഡ് കോയിൻ എടുത്തു, പക്ഷെ ഇത്രയും പേര് കുറച്ച് പേരുണ്ടായിട്ട് പോലും നിനക്ക് ഗോൾഡ് കോയിൻ എടുത്തിട്ട് അത് സൂക്ഷിക്കാൻ പറ്റിയില്ല, അപ്പൊ നീ അടുത്ത ആഴ്ച നോമിനേറ്റ് ആവണം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ആര്യം പറയുന്നത്, ഞാൻ എന്റെ തെറ്റൊന്നും അല്ലല്ലോ, ഞാൻ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എന്നെ സെലക്ട് ചെയ്തത് നിങ്ങളാണ്, അത് എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടൊന്നുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. രണ്ടുപേരും സമ്മതിച്ചില്ല. ലാസ്റ്റ് ഒരാൾ സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ലാസ്റ്റ് അക്ബർ ആയിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ ആര്യനും ആയിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് അക്ബർ, ഇല്ല ഞാൻ കുഴപ്പമില്ല, ഈ ആഴ്ച ആര്യനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ഞാൻ എടുത്തോളാം എന്നിങ്ങനെ അക്ബർ പറഞ്ഞ് അവരിങ്ങനെ തിരിച്ച് വന്ന് കൺഫെഷൻ റൂമിൽ നിന്ന് തിരിച്ചിങ്ങ് വന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7:30 ആയപ്പോ നമ്മുടെ രാവിലെ തന്നെ ബാക്കി വീണ്ടും അപ്പാനി അനുവും തമ്മിൽ നടക്കുകയാണ് കേട്ടോ. അപ്പാനി പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നത്, അനു പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിം അല്ല കളിക്കുന്നത്, നിങ്ങൾ ഗ്രൂപ്പ് ആണ് കളിക്കുന്നത്. അപ്പോഴത്തേക്ക് അപ്പാനിക്ക് അത് ട്രിഗർ ചെയ്തിട്ട് ഇവരും ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരാൻ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്നും നല്ല രീതിയിൽ പ്രവോക്ക് ആവുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനെയും പൊളിച്ചടുക്കൂന്നൊക്കെ പറഞ്ഞിട്ട് താഴെ ഇരുന്ന ആ ഒരു ഡെസ്കിലേക്ക് ഇടിക്കുന്നൊക്കെ ഉണ്ട്. കാര്യം അപ്പാനി രവി അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. നമുക്കിപ്പോ തോന്നിയ കാര്യം തന്നെയാണ് അനുമോൾ അത് പറഞ്ഞത്. പക്ഷെ അത് അപ്പാനി രവിക്ക് നല്ലതായിട്ട് വരത്തേ ഉള്ളൂ, അത് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാല്. പക്ഷെ അപ്പാനി രവി അത് ഒരു ഇമോഷണൽ ആയിട്ട് എടുത്തിട്ട് അവരെല്ലാം എന്തോ ഇവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, പറയുന്നതാണ്
എന്നുള്ള രീതിയിലേക്ക് വരുവാണ്. അതിപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പാനി വീണ്ടും വന്നിരുന്നു നമ്മുടെ അക്ബറിനോട് പറയുന്നുണ്ട്, താപ്പാനി താപ്പാത്തിയോ എന്നൊക്കെ പറയുന്നുണ്ട്. താപ്പാത്തി ആരാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഓരോത്തിന്റെ മുഖവും വെളിപ്പെട്ട് വന്ന്, ഓരോത്തികളുടെ മുഖവും വെളിപ്പെട്ട് വന്നെന്നൊക്കെ അത് പറയുന്നുണ്ടോ. അവര് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുന്നവരെ പൊക്കിക്കൊണ്ട് റെഡ് സോണിൽ വെക്കണമല്ലോ. അതിന് ഈ അക്ബർ ഇവരെല്ലാം കൂടി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനാണ് ഇവര് ഗ്യാങ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മാത്രമല്ല, അല്ലാതെയും അതല്ല, അനു കറക്റ്റ് ആയിട്ട് പറഞ്ഞു അനീഷിനെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യുന്നതും എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും പറയുന്നുണ്ട്, ഇരട്ടത്താപ്പാണ് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ ഇരുന്ന് ഈ എന്താ അപ്പാനി പറയുന്നുണ്ട്. അപ്പാനി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ട്രിഗർ ആവും കേട്ടോ, പെട്ടെന്ന് ട്രിഗർ ആവുകയും ചെയ്യും, ഓവറായിട്ട് കാണിക്കുകയും ചെയ്യും. അതായത് ഓവറായിട്ട് ആൾക്ക് ഒരു കൺട്രോൾ കിട്ടുന്നില്ല. അപ്പൊ ഇത് ലാസ്റ്റ് പണി കിട്ടും അറിയത്തില്ല. ലാസ്റ്റ് സീസണിലെ റോക്കി ബോയെ പോലെ വല്ലതും കൈയെടുത്തിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഈ പെൺപിള്ളേരെ വല്ല അനാവശ്യം പറയുന്ന രീതി വല്ലതും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വേഗം പുറത്താവേണ്ടി വരും. അതുകൊണ്ട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരുടെ മറ്റു ഉന്തോണ്ടി അതുവരെ ഉന്തിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അതില് അനീഷ് ലോക ട്രിഗറിങ് ആണ്. അപ്പൊ ഇവരും തിരിച്ച് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അനീഷിനെ എല്ലാരും സ്റ്റഡി ചെയ്ത് വെച്ചെന്ന് തോന്നുന്നു. കാര്യം അതേ രീതിയിൽ സംസാരമൊക്കെ നിർത്തിയിട്ട് ബാക്കി രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് അനീഷ് ചെയ്യുന്നതിനൊക്കെ. തിരിച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതില് അനീഷ് ട്രിഗർ ആവുന്നുണ്ട്. ഇപ്പൊ നേരെ തിരിച്ചാ, ചൊറിയാൻ നിന്നവര് നല്ല രീതിക്ക് പണി കൊടുത്തിട്ട് ഇപ്പൊ അനീഷ് തന്നെ സ്വയം ട്രിഗർ ആവുക. ഇന്നെല്ലാം നടന്നത് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇന്നത്തെ ടാസ്ക്. കാരണം ആര്യൻ നല്ല കുഴഞ്ഞു കേട്ടോ. ആര്യൻ ആനയായിട്ടാണല്ലോ ഇങ്ങനെ കുത്തി നടക്കുകയാണല്ലോ, മുട്ടൂത്തി. അപ്പൊ ആര്യൻ നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടാസ്ക് കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ അക്ബർ വന്നിട്ട് അക്ബറിന്റെ ഗോൾഡ് കാണുന്നില്ല, അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഗോൾഡും കൂടെ കാണുന്നില്ലെന്ന് കേട്ടോ. അത് നമ്മുടെ നെവിൻ അങ്ങാണ്ടായിരുന്നു എടുത്തത്. അക്ബറിന്റെ മാത്രമല്ല, നമ്മുടെ ആര്യന്റെ റെഡും കാണുന്നില്ല. അതെ, 6 റെഡ് ഉണ്ടായിരുന്നു, അതില് 4 ഉള്ളു, 2 കാണുന്നില്ലായിരുന്നു. ലാസ്റ്റ് നെവിൻ ഒരു ഗെയിം, നൈസ് ഗെയിം ഒക്കെ കളിച്ചിട്ട് അക്ബറിന്റെ റെഡ് മേടിച്ചിട്ട് ആര്യന് കൊടുത്തിട്ട് അതേപോലെ ഗോൾഡ് ഇതണക്ക് തിരിച്ചു കൊടുത്ത്. അതാകുമ്പോഴത്തേക്ക് റെഡ് കയ്യിലിരിക്കുകയും ചെയ്യും, സേഫും ആയി. അവിടെ തന്നെ സേഫ് ആക്കി. എന്നിട്ട് ഇതെന്റെ ഗെയിമാന്നും പറഞ്ഞു. അത് നൈസ് ഗെയിം ആയിരുന്നു നെവിൻ കളിച്ചത്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അനീസ് വന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ട്രിഗർ ആയിട്ടുള്ളത്, നിനക്ക് തന്നത് പോലും നിനക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ 100 പറയുന്നുണ്ട്, നീ ഉറങ്ങി കിടക്കുമ്പോ എടുത്തോളാന്ന് പറഞ്ഞാൽ അതിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ആര്യ അനീഷിന്റെ ബാഗിൽ നിന്ന്, അല്ല മറ്റേ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ മൈക്കിന്റെ, അതിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അനീഷ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്ത് എന്തോ ഒരു മോശം വീട് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഇതായിട്ട് എല്ലാരും തിരിച്ച് റിയാക്ട് ചെയ്ത്. അപ്പം ആര്യം പറയുന്നു ഇതാണൊക്കെ തന്നെ എനിക്കും ഇരിക്കും, ഗോൾഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കും അതേ പെയിൻ വരും. മറ്റേ ആരായിരുന്നു, ശാരിക നല്ല രീതിക്ക് അനീഷിന്റെ സപ്പോർട്ട് ആര്യന്റെ അടുത്ത് നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഭയങ്കര റിയാക്ട് ആയിരുന്നു. പക്ഷെ ആര്യൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ശാരിക പറഞ്ഞു എന്നാ ബിഗ് ബോസ് പറയട്ടെ, തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനീഷ് രാത്രി വരാന്തയിലൂടെ രാവിലത്തെ പാട്ടും പാടി ശരിക്കും വെറുപ്പിക്കലായിരുന്നു. കുറച്ച് ഇതിൽ കാണിച്ചോളൂ, അതുകൊണ്ട് കാണുന്നവർക്ക് അത് വലിയതായിട്ട് തോന്നത്തില്ല. പക്ഷെ ശരിക്കും കുറെ നേരം ഇത് പാടി തന്നെ നടക്കുമായിരുന്നു. ആളുടെ ഒരു കുഴപ്പം ഇതാണ്, ഒരു കാര്യം തന്നെ ഒരു 10-20 വട്ടം പറഞ്ഞ് വെറുപ്പിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ്, ഈ അക്ബർ, ഷാരിക, ഷാനവാസ്, അപ്പാനി ഇവരെല്ലാരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് നമ്മുടെ ഈ രാത്രിയിൽ ഉറങ്ങുന്നവരെ എടുത്ത് റെഡ് സോണിൽ വെക്കണമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യം നമ്മുടെ ഷാനവാസിനെ വെക്കണമെന്നായിരുന്നു, പിന്നെ അത് ആയാലും ആരെയായാലും വെക്കാമെന്നുള്ളൊരു ഇതിൽ വന്നു കേട്ടോ. ഇവര് ഓൾറെഡി ഷാനവാസിനെ റെഡ് സോണിൽ വെക്കണം മൊത്തത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഷാനവാസിന് ഇത് വെക്കണം. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഷാനവാസിന് അതായത് ഗോൾഡിന്റെ സ്പെഷ്യൽ ഇത് ഉണ്ടല്ലോ, പവർ കിട്ടിയായിരുന്നല്ലോ അക്ബറിന്. അപ്പൊ ഞാൻ കരുതിയായിരുന്നു ഷാനവാസിന് മിക്കവാറും അങ്ങനെ എവിക്ഷൻ വല്ലതും കൊടുക്കുവാണെങ്കിൽ ഷാനവാസിനെ ആക്കാനുള്ള പ്ലാനേ അവരെടുക്കത്തുള്ളൂ. അത് ആര്യന്റെ അടുത്ത് അത് പറയുകയും ചെയ്തിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഷാനവാസിനെ ഇത് ചെയ്യണമെന്ന്. അത് ഇന്ന് ആര്യന്റെ വായിന്ന് വെളിയിൽ വന്ന് ഹൊനിയലിന്റെ അടുത്ത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസും ആദിൽ നൂറയും കൂടെ അവിടെ വരാന്തയിൽ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. അപ്പം അനീഷ് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് ടാസ്ക് ആണ്. അതായത് ഇന്നലെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ബെഡിനടുത്ത് പരിസരത്ത് എവിടെങ്കിലും ഇരിക്കണമെന്നാ. അപ്പൊ ഇവര് ബെഡിനടുത്തല്ല ഇരിക്കണം, ഷാനവാസും അതിൽ നൂറയുണ്ട്. ഇവര് ദൂരെ മാറി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഷാനവാസ് എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല, കാരണം ഇന്നലെയൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ചിലപ്പം ഉറങ്ങിപ്പോയാൽ എനിക്കിട്ട് പണി തരും, അതുകൊണ്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കറിയാം നല്ല രീതിയിൽ ആൾ ഉറങ്ങി കഴിഞ്ഞാൽ, അത് ലൈവില് പറയുന്നുണ്ടായിരുന്നു, ഉറങ്ങി കഴിഞ്ഞാൽ ആൾക്ക് ബോധം കാണില്ല, നമുക്ക് എടുത്തു മാറ്റാൻ എളുപ്പമായിരിക്കും എന്ന് പറയും. കാരണം ആ മെഡിസിന്റെ എഫക്റ്റും ഉണ്ട്.
അതുകൊണ്ടായിരിക്കാം ഷാനവാസ് മാറിയിരുന്നത്, പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മാറിയിരുന്നത്. അത് ആര്യന്റെ വായിന്ന് വീഴുകയും ചെയ്തു ഒനിയലിന്റെ അടുത്ത്. അതാന്ന് തോന്നുന്നു ഒനിയൽ ആര്യന്റെ അടുത്ത് നല്ല രീതിക്ക് ട്രിഗർ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോ ഒനിയലിന് ഇഷ്ടപ്പെട്ട സ്വന്തമായിട്ട് കളിക്കെങ്കിൽ ഒരു ഇത് കാണുള്ളൂ. കാര്യം എനിക്ക് തോന്നി ഒരു ടൂളായി മാറുന്നുണ്ടോ ആര്യൻ എന്ന്, അക്ബറിന്റെയും അപ്പാനിയുടെ ഒക്കെ ഒരു ടൂളായി മാറുന്നത്. പക്ഷെ ആര്യന്റെ ഒരു വാക്ക് എന്താന്ന് വെച്ചാല് അതിപ്പം ഇപ്പോ നമ്മുടെ അക്ബറിന്റെ പാർട്ട്ണർ ആയിട്ടാണല്ലോ ആ ഒരു ടാസ്കിൽ വിളിച്ചത്. അപ്പൊ അതാണ്. അപ്പൊ ഒനിയിൽ പറയുന്നത് എന്താ വെച്ചാൽ അക്ബറിന് വേണ്ടത് ഷാനവാസിനെ ഡയറക്ട് നോമിനേഷനിൽ ഇടുക എന്നുള്ളതാ. പക്ഷെ ഇവൻ ഈ ആര്യൻ അതല്ലല്ലോ വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു ക്ലാഷ് ആവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ RJ ബിൻസി ഉറങ്ങി കേട്ടോ. ആള് മറ്റേ വെളിയിലിരിക്കുന്ന ഉള്ളതാണല്ലോ. അപ്പൊ ഉറങ്ങി താഴെ കിടന്നിട്ടാണ് ഉറങ്ങിയത്. അപ്പൊ നമ്മുടെ അപ്പാനെ വന്നിട്ട് ആളെ എണീപ്പിക്കാൻ നോക്കും. ആദ്യം ശൈത്യ എണീപ്പിക്കാൻ ശൈത്യ കട്ടിലിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നവരെ പൊക്കിക്കൊണ്ടു പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് തോന്നില്ല. കട്ടിലെ കിടക്കുന്നവരെ പൊക്കിക്കൊണ്ട് ആദ്യം അവരെ പൊക്കാനാണ് നോക്കിയത്. പക്ഷെ അത് പിന്നെ ഇവര് എണീറ്റായിരുന്നു, ശൈത്യ എണീറ്റ്. അപ്പോഴത്തേക്ക് RJ ബിൻസിയെ എടുത്തോണ്ട് പോകാൻ നോക്കിയപ്പോഴത്തേക്ക് എങ്ങനെയോ എണീറ്റ് പുള്ളിക്കാരി. നിലത്ത് കിടക്കുന്നവര് പൊക്കിക്കൊണ്ട് പോലും നടക്കത്തില്ല. അല്ലെങ്കിൽ അവർ വല്ല കസേരയിലോ അങ്ങനെ വല്ല ഇരിക്കുവാണെങ്കിൽ പൊക്കി കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ ബിന്നി വന്നിട്ടും നമ്മുടെ ഷാനവാസിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ, നമ്മുടെ ടാസ്കിൽ പറഞ്ഞാല് പോയി ഇരിക്കുന്ന പറയുമ്പോഴും കേൾക്കുന്നില്ല. എന്നിട്ട് ഈ ബിന്നി തന്നെ വന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ശൈത്യയോടും ബിൻസിയോടും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആള് മാറിയിരിക്കുന്നത്, ഇവിടെ അല്ലേ ഇരിക്കണേന്ന് നോക്കുമ്പോൾ ശൈത്യ പറയുന്നത് ചിലപ്പം ഗോൾഡ് കോയിൻ ആൾക്ക് കിട്ടിയല്ലോ അതിന്റെ പവർ ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും. അതായിരിക്കില്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവരെടുക്കും. കാര്യം പുള്ളിക്കാരൻ നല്ല മരുന്ന് കഴിക്കുന്ന, നല്ല ഉറങ്ങിപ്പോവും. പാടില്ലല്ലോ, പാടില്ല, അത് ഉള്ള കാര്യമാണ്. കൊടുക്കുമെന്ന് അറിയില്ല കേട്ടോ, അറിയത്തില്ല. മാറിയിരിക്കുന്നതിന് ടാസ്ക് ഇങ്ങനെ മാറിയിരിക്കുന്നതിന് എന്തെങ്കിലും പണി കൊടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും. പിന്നെ അതിന് ശേഷം ഗിസേലിനെ പൊക്കാനും നോക്കിയായിരുന്നു ഇവര്. ഉറങ്ങിക്കിടക്കുന്ന ഗിസേലിനെ പൊക്കാനും നോക്കി. പക്ഷെ ഗിസേലും ഇതണക്ക് ചാടി എണീറ്റ്. പക്ഷെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞങ്ങൾ ഔട്ടാക്കാൻ പോവുകയാണ് ഇവർ എന്നുള്ളൊരു മൈൻഡിലാന്ന് തോന്നുന്നത്. ചൈത്യയും ഗിസേലൊക്കെ കലിപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അതെ, അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് കഴിഞ്ഞു കേട്ടോ. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, നല്ല ഗെയിം കളിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു ചില ടാസ്ക് വരുമ്പോൾ മാത്രം ചാടി വീഴുന്നത്. പിന്നെ RJ ബിൻസി ഉറക്കത്തിന്റെ മാത്രം കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ തോന്നുന്നു. ഉറക്കം വരുമ്പോൾ മാത്രം കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞൊക്കെ ഒരു ഗെയിമില് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം സേഫ് പ്ലേ ആണ്. അതായത് ഇതിലിപ്പോ ഒരാളെ നോമിനേറ്റ് ചെയ്ത് തന്നെ ഒരാളെ എലിമിനേറ്റ് ആകുമെന്നാണ് പറഞ്ഞത്, കൊണ്ടുവന്ന് ആ ഒരു ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ. അപ്പൊ കഴിഞ്ഞൊക്കെ സീസൺ നോക്കുമ്പോൾ എല്ലാവരും സേഫ് പ്ലേ ആയിട്ട് അയ്യോ അത് വേണ്ട, അത് ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ വന്നു നമുക്കൊരു ഇതാവുന്നൊക്കെയായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഇവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പുറത്തിരിക്കുന്നവരെല്ലാരും ഒരുമിച്ച് ഒരു കെട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉള്ളിലുള്ളവര് വേറൊരു കെട്ടുമാണ്. അപ്പൊ അതില് പറയുന്നുണ്ട്, നമ്മുടെ അപ്പാനി പറയുന്നുണ്ട്, നമുക്ക് പുറത്തിരിക്കുന്നവരെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ആക്കിയെങ്കിൽ പുറത്തിരിക്കുന്നവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് സോണിൽ വെക്കാൻ പറ്റും. പക്ഷെ അത് അങ്ങനെ വേണം, അതും കൂടി ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. പുറത്തിരിക്കുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ ഒരു നൈസിനെ ഒന്ന് മാറി ചിന്തിച്ചാല് കളിയൊക്കെ ഇച്ചിരി കൂടി രസമായിട്ട് മാറും. പിന്നെ ഇതൊരു ഗെയിം അല്ലേ, അപ്പൊ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. സ്പിരിറ്റ് മാത്രമല്ല, ഇതിപ്പോ കിട്ടിയ ഒരു അവസരമാണ്. സേഫ് ആയിട്ട് ഇരിക്കുന്നവരൊക്കെ വെളിയിൽ പോട്ടെ, പുതിയ ആൾക്കാർ. കാരണം ഇനിയിപ്പം കുറെ വൈൽഡ് കാർഡ് എൻട്രിയും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പൊ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരുമല്ലോ. കഴിഞ്ഞതിന് മുന്നത്തെ സീസണിലൊക്കെ ഒരു 7-8 പേരൊക്കെ വൈൽഡ് കാർഡ് വന്നതൊക്കെ ഉണ്ട്. അപ്പൊ നല്ല നല്ല ആൾക്കാർ വരട്ടെ. അത് പിന്നെ കഴിഞ്ഞ ഗെയിമിന് മാച്ച് ആവുന്ന ആൾക്കാർ ഇല്ലാത്തതിന്റെ പേരിൽ അകത്തോട്ട് ഇട്ടതായിരുന്നു. പക്ഷെ ഇത്തവണ എനിക്ക് അതിന്റെ ആവശ്യം തന്നെ ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് പേരൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരും എന്നാലും ഒരു ഓളം ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, എന്നാലും ഈ കുറെ വഴക്കും കാര്യങ്ങളും കണ്ടെങ്കിലും നമുക്ക് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ബോറടി ഉണ്ട് കേട്ടോ. കാരണം ഈ വഴക്കൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് പോകുന്നത്. ഒന്നും ഔട്ട് റിയൽ ആയിട്ട് ജെന്യൂൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ട് ഒരു ഫീൽ വരുന്നില്ല. നമ്മള് മുന്നത്തെയൊക്കെ ബിഗ് ബോസിൽ വഴക്കുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു വഴക്കായിട്ട് തോന്നും. ഇപ്പൊ നമുക്ക് ഈ വഴക്ക് ഇപ്പൊ 3 ദിവസത്തിൽ തന്നെ ഇത്രയൊക്കെ വഴക്കായതുകൊണ്ടായിരിക്കും നമുക്കതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നത്. കാര്യം 3 ദിവസത്തിൽ ഇത്രയും വഴക്ക് നടന്നു, അതും പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരി ചുമ്മാ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇനി പോകെ വലിയ വലിയ കാര്യങ്ങൾ വരും. ഇതില് അനു അപ്പാനയോട് ഓൾറെഡി രാവിലെ വഴക്കിട്ടപ്പോ പറയുന്നുണ്ട്, ഈ അനീഷിന്റെ കണ്ടന്റിലാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങള്, അതല്ലാതെ നിങ്ങൾ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കാൻ. ശരിയാണ്, ഈ അനീഷിന്റെ കണ്ടന്റ് വരുമ്പോൾ മാത്രമാണ് ഈ അപ്പാനിയും അക്ബറും ഒക്കെ വരുന്നത്. സ്വന്തമായിട്ട് അതായിരിക്കും നമുക്കൊരു ബോറടി വരുന്നത്. കാരണം ഇന്നത്തെ ദിവസം കൊണ്ട് ഷാനവാസിന്റെ ഒരു ഇതും കയറി വരുന്നുണ്ട്. ഷാനവാസ് ഓപ്പോസിറ്റ് വന്നുകൊണ്ട് അതും ഒരു കണ്ടന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ നമുക്ക് ബോർ അടിച്ചില്ല. ഷാനവാസിന്റെ ഇതും കൂടി വരുന്നുണ്ട്. ഷാനവാസ് ആളുടെ കുറച്ച് കണ്ടന്റ് ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഷാനവാസ് കൊള്ളാം, നല്ലൊരു പ്ലെയർ ആണ്. അനു ഞാൻ വിചാരിച്ചത് പതുങ്ങിയിരിക്കുന്നു, പക്ഷെ അല്ല, അനു ഇന്ന് നന്നായിട്ട് കേറി വന്നിട്ടുണ്ട്. ആള് സംസാരിക്കുന്നുണ്ട് അല്ലേ, സംസാരിക്കുന്നുണ്ട്. ആള് നല്ല രസമുണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രേണു ആണെങ്കിലും
ഗോ വിത്ത് ദി ഫ്ലോ എന്ന് പറയുന്ന പോലെ ആ ഒരു ഫ്ലോയിൽ വരുന്നതിനോ എടുത്ത് കണ്ടന്റ് ആക്കി ആ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ശൈത്യ, അതേപോലെ സാരിക, ആർജു ബിൻസി, പിന്നെ ഷാരിക, പിന്നെ രഞ്ജിത്ത്, ഇവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബെന്നി അത്ര വലിയ കണ്ടന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ ടാസ്ക് നന്നായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. ടാസ്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, കിട്ടിയൊരു അവസരമാണ്. നല്ല കളിക്കുന്നവർ അവിടെ നിർത്തിയിട്ട് അതായത് ഇറിറ്റേഷൻ നോക്കിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് വോട്ട് ചെയ്യാൻ നിൽക്കരുത്. അവരും നമുക്ക് വേണം, പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് വേണം. ദയവ് ചെയ്ത് നല്ലൊരു പ്ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അപ്പൊ അനങ്ങാതെ നിൽക്കുന്നവരെ നിങ്ങൾ സേഫ് പ്ലേയേഴ്സിനെ നോക്കിയിട്ട് പുറത്ത് കളയുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അതേപോലെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുവരെയും ബൈ.